നമസ്കാരം. വിരാടം രുചിക്കളത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയും. ഇത് ഒരു ദിവസം കൊണ്ട് മുളപ്പിച്ച ചെറുപയറാണ്. ഈ ചെറുപയർ ഉണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എൻ്റെ പങ്കാളി പറഞ്ഞു തരും. നമസ്കാരം. ചെറുപയർ മുളപ്പിക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുതിർക്കാൻ വെക്കുക എന്നുള്ളതാണത്. ഇവിടെ ഒരു 1.5 ഗ്ലാസ് പയറാണ് ഞാൻ കുതിർക്കാൻ എടുക്കുന്നത്. ഇനി ഈ പയർ നമ്മൾ നന്നായിട്ട് കഴുകുക, നന്നായിട്ട് തിരുമ്മി കഴുകുക. ഒരു 3-4 തവണ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. എന്നിട്ട് വേണം നമുക്കത് കുതിർക്കാൻ വെക്കാൻ. കാരണം നമ്മൾ കുതിർത്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് ഇനി കഴുകത്തില്ല. കാരണം ഇത് പയർ സോഫ്റ്റ് ആയി പോകും. പിന്നെ നമ്മളത് കഴുകി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് കഴുകി ചെളിയെല്ലാം മാറുന്ന വിധം നന്നായിട്ട് കഴുകി വെക്കുക. അതിനുശേഷം നമ്മൾ പയറിൻ്റെ നിരക്കയല്ല, കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാനായിട്ട് എടുത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഏതാണ്ട് സമയം രാവിലെ 7 മണിയാണ്. അപ്പോൾ 12 മണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വെക്കണം. ഞാൻ എപ്പോഴും എന്ത് സാധനം വന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ ഇതിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മൾ അടച്ച് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ 12 മണിക്കൂർ കഴിഞ്ഞ്, അതായത് ഇനി രാത്രി 7 മണിക്കായിരിക്കും നമ്മൾ ഇത് വന്ന് തുറക്കുക. ഇപ്പം ഏതാണ്ട് 12 മണിക്കൂർ ആയിരിക്കുകയാണ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് പയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ മുളപ്പിക്കാൻ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബാക്കിയുള്ള വെള്ളം നമ്മൾ കളയുക. അത് മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനർ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അത് ഒഴിച്ചു വെച്ച് വെള്ളം മുഴുവൻ കളയുക. അടുത്ത പടി എന്ന് പറയുന്നത് ഇതൊരു തുണിക്കകത്ത് നമുക്ക് കെട്ടിവെക്കണം. ഞാൻ പല സമയത്തും ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ ടവലിൽ കെട്ടി വെച്ചിട്ടുണ്ട്, അതേപോലെ കോട്ടൺ ക്ലോത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നന്നായിട്ട് മുള വന്നത് ബനിയൻ ക്ലോത്തിൽ കെട്ടി വെച്ചപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ടൊരു ബനിയൻ ക്ലോത്ത് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോൾ അത് എടുക്കുക, പിന്നെ അത് കഴുകി കൊണ്ടുവെക്കുക. അപ്പോൾ ഞാനൊരു ബനിയൻ ക്ലോത്തിലാണ് ഞാൻ കാണിക്കുന്നത്. പഴയ ബനിയൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ബനിയൻ, അത്രേ ഉള്ളൂ. അത് ഡ്രൈ ആയിട്ട് ഉണങ്ങിയ ഒരു ബനിയൻ ക്ലോത്താണ്. അതിനകത്തേക്ക് നമ്മൾ ആ അരിച്ചു വെച്ചിരിക്കുന്ന, ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പയർ സാവധാനം ഇടുക. ഇനി പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അതിനെ നല്ലപോലെ ഒന്ന് കെട്ടേണ്ട കാര്യമില്ല. 4 അറ്റവും പിടിച്ചൊന്ന് ക്ലോസ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. എടുത്തിട്ട് ഒരു പാത്രത്തിൽ, അതിപ്പോൾ ഏത് പാത്രമായാലും മതി. ഞാനിപ്പോൾ അതിനെ 4 അറ്റവും കൂടി ഇങ്ങനെ ഞാനിപ്പോൾ ഈ പിടിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. അതിനെ നനയ്ക്കാനോ വെറ്റ് ക്ലോത്ത് ഒന്നും വേണ്ട. ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ക്ലോത്ത് തന്നെ മതി. അതിന് ചെറിയ ഈർപ്പം ഇപ്പോഴും ഉണ്ടല്ലോ, ആ പയറിനൊരു ഈർപ്പം ഉണ്ട്. അപ്പോൾ അത് ചുറ്റിച്ച് ഒരു പാത്രത്തിൽ വെക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാത്രത്തിൽ വെക്കുക. അപ്പം ഞാനിപ്പോൾ ആ സ്ട്രെയിനറിൽ തന്നെ വെച്ചാൽ, സ്ഥിരമായിട്ട് സ്ട്രെയിനറിലാണ് വെക്കാറ്. അതുകൊണ്ട് ഞാൻ അങ്ങ് വെച്ചതന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച്, എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒതുക്കി വെക്കുക. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ച് അടച്ചു വെക്കുക. ഇനി ഒരു 12 മണിക്കൂർ അതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കും. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. 12 മണിക്കൂറായി നമ്മൾ ഈ പയറ് മുളയ്ക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. ഈ ചെറുപയർ മുളപ്പിക്കാൻ വെക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. ഇത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് അതിരിക്കുന്നതെന്ന്. വളരെ ഈവനായിട്ട് നല്ല മുള വന്ന നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പയർ മുളപ്പിക്കൽ വലിയ പണിയുള്ള കാര്യമല്ല. കുറച്ച് സമയം മാത്രം ഇടയ്ക്ക് ചിലവഴിച്ചാൽ മാത്രം മതി. ഓക്കെ. ഈ പയർ 2 രീതിയിലാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടിൻ്റെ സൈഡ് ഡിഷായിട്ടാണ് ഇന്നിപ്പോൾ ഈ പയർ മുളപ്പിച്ചിരിക്കുന്നത്. നോക്കൂ എന്ത് രസമായിട്ടാണ് പയർ ഇരിക്കുന്നത്. ഇപ്പോൾ 2 ഡിഷസാണ് ഇതിനകത്തുനിന്ന് വരാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുക്കുക. പ്രഷർ കുക്കറിൽ നമ്മൾ പയർ ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം വെക്കേണ്ട കാര്യമില്ല. ഒരു ഗ്ലാസും ഒരു 1.25 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഒരുപാട് വെള്ളം വെക്കേണ്ട കാര്യമില്ല. ഇനി അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിക്കുക.
ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. സാധാരണ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് കല്ലുപ്പാണ് ഇടുന്നത്. ആദ്യം ഒന്ന് നമ്മൾ ഇട്ട് നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കുക. ഒരു 2 വിസിൽ നമ്മൾ ഇത് ആവശ്യമുള്ളൂ. 2 വിസിൽ, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. 2 ഡിഷസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഞാൻ. അതായത് ഒരെണ്ണം തേങ്ങ ഇട്ടതും രണ്ടാമത്തത് ഉള്ളിയും മുളകും ചതച്ചതുമാണ്. ഇത് ഒരു പുട്ടിനുള്ള സൈഡ് ഡിഷുകളാണ്. ഇപ്പോൾ ഏതാണ്ട് 2 വിസിൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ തുറന്നു നോക്കി വളരെ ഭംഗിയായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സൈഡ് ഡിഷസ് ഉണ്ടാക്കാൻ പോവാം. ആദ്യം നമ്മൾ ഉള്ളിയും മുളകും ചതച്ചതാണ് ചെയ്യാൻ പോകുന്നത്. മുളച്ച പയറും ഉള്ളിയും മുളകും ചതച്ചതും ഭയങ്കര രുചിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത് ചെയ്യാൻ പോകുന്നത് തേങ്ങ തിരുവിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതും പുട്ടിന് ഭയങ്കര നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഓക്കെ, ഇവിടെ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ പയറിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ പ്രഷർ കുക്കർ തുറന്നു. ഇനി അതിൽ നിന്ന് പകുതി പയറെടുത്ത് ഈ തേങ്ങായും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ ഡിഷ് തയ്യാറാക്കാൻ പോവാണ് പുട്ടിനുള്ള. അപ്പോൾ പകുതി പയർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് അത് യോജിപ്പിക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഡിഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. പക്ഷേ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഇതൊരു മുളപ്പിച്ച പയറും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് കുറച്ചുകൂടെയും നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഉള്ളിയും മുളകും വഴറ്റിയെടുത്തതാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് കടുകിട്ട് നമ്മൾ ആദ്യം പൊട്ടിക്കുക. അതിനുശേഷം ഉള്ളിയും മുളകും ഇട്ട് വഴറ്റിയെടുക്കുക. ഇന്നത്തെ ഈ 2 ഡിഷുകളും നമ്മൾ ഈ മുളപ്പിച്ച പയറിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഭയങ്കര രുചിയാണ് ഇതിന് രണ്ടിനും, പ്രത്യേകിച്ച് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ്, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വളരെ വാല്യുബിൾ ആണ് ഞങ്ങൾക്ക് ഭാവിയിൽ നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കാനായിട്ട്. സോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഡിഷിലേക്ക് വരാം. ഇവിടെ നമ്മളത് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും ഇതെല്ലാം ചതച്ച് വെച്ച് നമ്മൾ പതുക്കെ ഇടുക. ഇനി അതൊരു ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നവരെ ഒന്ന് വഴറ്റുക. ഇപ്പം ഏതാണ്ട് മുളകൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി പയറ് ചേർക്കുക. ഈ സമയം തീ ക്രമീകരിക്കുക, അല്ലെങ്കിൽ ഈ മുളകൊക്കെ കരിയാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് ഡിഷ്, രണ്ടാമത്തെ ഡിഷ് ശരിയായിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കുക. അല്ല പങ്കാളി, നീ ഇതിന് എന്ത് പുട്ടാ നീ ഉണ്ടാക്കുന്നത്? സ്പെഷ്യൽ പയറല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. ഒരു സ്പെഷ്യൽ പുട്ടായിക്കോട്ടെ, റാഗി പുട്ട്. ഓ, റാഗി പുട്ട്. ഈ റാഗി പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുമല്ലോ. തീർച്ചയായിട്ടും ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, റാഗി പുട്ട്, പയറിൻ്റെ 2 ഐറ്റംസ്, പിന്നെ കൂടാതെ പപ്പടം ഉണ്ടാവുമോ? പപ്പടവും ഉണ്ട്. അടുത്തത് ഇനി പപ്പടം പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ രണ്ടും, മുളപ്പിച്ച പയറിൻ്റെ 2 വിഭവങ്ങളും, പുട്ടും റാഗി പുട്ടും പപ്പടവും. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ വിഭവങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത വിഭവമായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നത് വരെ ബിരാടം രുചിക്കളം എല്ലാവർക്കും
നന്ദി അറിയിക്കുന്നു.